ഏഷ്യയിലെ ഏറ്റവും വലിയ ആമശില്പം രാമക്കൽമേടിന് സമീപം ആമപ്പാറയിൽ പൂർത്തിയായി. സാഹസിക സഞ്ചാരികളുടെ പറുദീസയായ ആമപ്പാറയിൽ എത്തുവാൻ ഇനി മറ്റൊരു കാരണം കൂടിയാണ് കൂർമ എന്ന് നാമകരണം ചെയ്തിട്ടുള്ള ഭീമൻ ആമശില്പം. ഈ മാസം 7 മുതൽ ശില്പം സഞ്ചാരികൾക്കായി തുറന്നു നൽകും. ആമപ്പാറയുടെ പേരിനെ അനർത്ഥമാക്കുന്നതാണ് കൂർമശില്പവും. 42 അടി നീളവും 30 അടി വീതിയും 15 അടി ഉയരവുമുള്ള ഭീമൻ ശില്പം 1.5 വർഷമെടുത്ത് 35 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ശില്പം പൂർത്തീകരിച്ചത്. ഇനി ഈ ശില്പത്തിനുള്ളിലേക്ക് കയറിയാൽ ഇടുക്കിയെ മൊത്തമായി ആവഹിച്ച രീതിയിലുള്ള മിനിയേച്ചർ ഗാലറിയും നയനമനോഹരമാണ്. ഇടുക്കി ആർച്ച് ഡാം, ഷട്ടർ ഉയർത്തിയ ചെറുതോണി ഡാം, ചെറുതോണി പാലം ഉൾപ്പെടുന്ന പ്രകൃതി ദൃശ്യങ്ങളും രാമക്കല്ലും കുറവംകുർത്തി ശില്പവും മലമുഴക്കി വേഴാമ്പലും തമിഴകത്തിന്റെ വിദൂര ദൃശ്യങ്ങളുമെല്ലാം മിനിയേച്ചർ ഗാലറിക്കുള്ളിൽ ശില്പി ജോയ് ഡാനിയൽ തനിമ നിലനിർത്തി നിർമ്മിച്ചിട്ടുള്ളതാണ്. ആമയുടെ ശില്പം എന്ന ആശയത്തിലേക്ക് എത്തുവാനുള്ള കാരണം ആമപ്പാറ എന്ന പേര് തന്നെയാണെന്ന് ഉടമ രതീഷ് എസ് പ്രസന്നൻ പറയുന്നു. ഈ പേരിലേക്ക്, ഈ ശില്പനിർമ്മാണത്തിലേക്ക് വരാനുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സ്ഥലത്തിന്റെ പേര് തന്നെയാണ്. സ്ഥലത്തിന്റെ പേര് ആമപ്പാറ എന്നാണ്. അപ്പോൾ ആമപ്പാറയുടെ പേരുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ടൂറിസ്റ്റ് സാധ്യതകൾ എല്ലാ വശങ്ങളിലേക്കും ഉണ്ടാകുന്ന രീതിയിൽ സംഭവം ചെയ്യണമെന്നുള്ള ആശയത്തിൽ നിന്നാണ് ഇങ്ങനത്തെ ശില്പനിർമ്മാണത്തിലേക്ക് വന്നത്. ഈ ശില്പത്തിനുള്ളിൽ 2 മിനിയേച്ചർ ഗാലറികളാണുള്ളത്. അതിൽ ഒന്നാമത്തെ മിനിയേച്ചർ ഗാലറിയിൽ രാമക്കൽമേടുമായിട്ട് ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും, രാമക്കൽമേട് സിറ്റി, രാമക്കൽമേടിലെ ശ്രീരാമ അമ്പലം, കുറവൻകുറത്തി സ്റ്റാച്ചു, വേഴാമ്പൽ സ്റ്റാച്ചു, അവിടെയുള്ള വലുതും ചെറുതുമായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും ശില്പി ജോയ് ഡാനിയലിൻ്റെ കരവിരുതിൽ അദ്ദേഹം വളരെ മനോഹരമായിട്ട് തീർത്തിട്ടുണ്ട്. രണ്ടാമത്തെ ഗാലറിയിൽ ഇടുക്കി ഡാമുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചെറുതോണി ആർച്ച് ഡാം, ഇടുക്കി മെഡിക്കൽ കോളേജ്, ചെറുതോണി ടൗണ്, ചെറുതോണി പാലം, അങ്ങനെയുള്ള എല്ലാ ഇടുക്കി ഡാമുമായിട്ട് ബന്ധപ്പെട്ടുള്ള പരിസരങ്ങളിലെ മുഴുവൻ കാര്യങ്ങളും അദ്ദേഹം അതിനകത്ത് ആലേഖനം ചെയ്തിട്ടുണ്ട്. ശില്പത്തിന്റെ പേര് കൂർമ മിനിയേച്ചർ ഗാലറി ഇൻ സ്ട്രക്ചർ എന്നാണ്. എന്ന് പറഞ്ഞാൽ ആമശില്പത്തിനുള്ളിലെ മിനിയേച്ചർ ഗാലറി എന്നാണ് അതിന്റെ അർത്ഥം. കൂർമ എന്ന് പറയുന്നത് ആമയുടെ സംസ്കൃത പദത്തിലുള്ള വാക്കാണ്. ഏറെ പ്രതികൂല സാഹചര്യങ്ങളെ തരണം ചെയ്താണ് ഈ ഭീമൻ ശില്പം സമീപവാസി കൂടിയായ ശില്പി ജോയ് ഡാനിയൽ നിർമ്മിച്ചത്. സിമന്റ്, മണല്, കമ്പി ഇങ്ങനെ വസ്തുക്കൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇത് ആദ്യം മുതൽ തന്നെ ഒരുപറ്റ ആൾക്കാരുടെ ഒരു കഷ്ടപ്പാടും വർക്കിലേക്ക് വന്നിരുന്നു. പിന്നെ അങ്ങനെ ഇത് ആദ്യഘട്ടം സ്ട്രക്ചർ ചെയ്തു. രണ്ടാം ഘട്ടം പിന്നെ അതിൻ്റെ കാലിനും കൈക്കൊക്കെ അതിൻ്റെ ശില്പത്തിൻ്റെ ആ രൂപഭംഗി രണ്ടാം ഘട്ടം കൊടുത്തു. അത് പൂർത്തീകരിച്ച് മൂന്നാം ഘട്ടം അതിൻ്റെ പെയിൻറ്റിങ് വർക്ക് പൂർത്തീകരിച്ചു. അതിനുശേഷം പിന്നെ അകത്ത് മിനിയേച്ചറിൻ്റെ വർക്കുകൾ, അത് രാമക്കൽമേടിൻ്റെ മിനിയേച്ചർ, ഇടുക്കി ഡാമിൻ്റെ മിനിയേച്ചറുകളും, അതും ഒരു 6-7 മാസം കൊണ്ടാണ് അതും അകത്തെ ചെയ്തു തീർക്കാൻ സാധിച്ചത്. അതിൻ്റെ പെയിൻറ്റിങ്ങും എല്ലാം വളരെ സൂക്ഷ്മതയോടുകൂടി വളരെ സമയമെടുത്താണ് അതെല്ലാം ചെയ്തു തീർത്തത്. ആമപ്പാറയിലേക്കുള്ള ഓഫ് റോഡ് ജീപ്പ് സഫാരിയും ഗുണാകേവിന് സമാനമായ ആമപ്പാറയും തമിഴ്നാടിന്റെ പശ്ചിമഘട്ട മലനിരകളുടെ വിദൂര കാഴ്ചയും ആസ്വദിക്കുന്നതിനൊപ്പം ഈ കൂർമയുടെ സൗന്ദര്യവും സഞ്ചാരികൾക്ക് സ്വന്തം. ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.